friends, welcome back to Achu's Classroom. ക്രോമി എന്നിവ പഠിച്ചു. ഇന്ന് നമുക്ക് ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് എന്നിവ പഠിക്കാം. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലേക്ക് പോയി അത് പഠിച്ചു തുടങ്ങാം. പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് എന്താണ്, പീരീഡ് എന്താണ്, ഗ്രൂപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലോക്ക് ആണ്. ദ സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്. ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണോ ആ സബ്ഷെല്ലായിരിക്കും ആ എലമെന്റിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ദ സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്, ദാറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് ദാറ്റ് എലമെന്റ്. ആ എലമെന്റിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്ത സബ്ഷെല്ലായിരിക്കും. ഏത് സബ്ഷെല്ലാണോ ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തത് ആ സബ്ഷെല്ലായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2-3 എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്, അതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ബോറൺ ആണ്. ബോറണിന് 5 ആണ് അറ്റോമിക് നമ്പർ. അതിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ആയ 1നെ ഫില്ല് ചെയ്തിരിക്കുന്നത് പി എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. ഈ നമ്പർ ഒന്നും നമുക്ക് വേണ്ട, ഈ 2 എന്ന് പറയുന്ന നമ്പർ ഒന്നും നമുക്ക് വേണ്ട. ഈ പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് ബോറന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ആയ 1നെ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എലമെന്റിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആയിരിക്കും. അപ്പോൾ ഈ എലമെന്റ് ബോറൺ എന്ന് പറയുന്നത് പി ബ്ലോക്കിലുള്ളതായിരിക്കും. അടുത്തത് സോഡിയമാണ്. സോഡിയത്തിൻ്റെയും സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. അപ്പോൾ ഇതിൻ്റെയും ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആണ്. യെസ്. ഇനിയും അയണിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് എവിടെയാണ്? എസ്സിലാണോ? അല്ല. ഇതിൻ്റെ എനർജി ഓർഡർ ഒന്ന് ഓർത്ത് നോക്കിയേ. 1s 2s 2p 3s 3p 4s 3d എന്നാണ്. അതായത് 4sൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 3dയിലേക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യത്തുള്ളൂ. അതായത് 4sലാണല്ലോ അപ്പോൾ ആദ്യം ഫില്ല് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഫില്ല് ചെയ്തത് 3dയിലാണ്. അപ്പോൾ ഈ അയണിൻ്റെ ഫെറത്തിൻ്റെ സബ്ഷെൽ ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്ത സബ്ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഡി സബ്ഷെല്ലാണ്. സോ ഈ അയണിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആയിരിക്കും. ഡി ബ്ലോക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 16-നകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ നോക്കി. ഇതിനകത്ത് ഈ ഫസ്റ്റ് 2 എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇത് പി ബ്ലോക്ക് എലമെൻറ്റ്സും ഇത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും. ഇതിനെയാണ് നമ്മൾ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം ഇവിടെ ഉള്ളതായിരിക്കും. അതായത് ഇതിൻ്റെ ഇത്രയും എലമെൻറ്റ്സിൻ്റെയും ഹൈഡ്രജൻ, ലിഥിയം, ബെർലിയം, സോഡിയം, മഗ്നീഷ്യം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഈ എലമെൻറ്റ്സിൻ്റെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലായിരിക്കും. ഈ എലമെൻറ്റ്സിൻ്റെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? യെസ്, ഡി ബ്ലോക്കിലായിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിരിക്കുന്നത് പി ബ്ലോക്കിലായിരിക്കും. ില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നും കൂടി ഓർത്തിരിക്കാം. ലെഫ്റ്റ് സൈഡിൽ എസ് ബ്ലോക്ക്, റൈറ്റ് സൈഡിൽ പി ബ്ലോക്ക്, ബോട്ടം എഫ് ബ്ലോക്ക് ആൻഡ് സെൻറ്റർ പാർട്ടിലായിട്ട് ഡി ബ്ലോക്ക്. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എലമെൻറ്റ്സ് ഈ ഒരു ഓർഡറിൽ തന്നെ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത എലമെൻറ്റ്സ് ആയിരുന്നു ബോറൺ, സോഡിയം, അയൺ. അപ്പോൾ ബോറൻ്റെ നമുക്ക് ബ്ലോക്ക് കിട്ടിയത് പി ബ്ലോക്കാണ്. അതായത് ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്യുന്നത് പിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയ ബോറൺ ആ പി ബ്ലോക്കിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ബോറൺ പി ബ്ലോക്കിനകത്ത് ഉണ്ട്. വേണ്ടേ, കണ്ടില്ലേ? 13th ഗ്രൂപ്പാണ്. ഇനി നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോഴും ബോറൻ്റെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ 13 എന്നുള്ള നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ നമുക്ക് സോഡിയത്തിൻ്റെ നോക്കാം. സോഡിയം നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് എസ് ബ്ലോക്കിലാണെന്നാണ്. എസ് ബ്ലോക്കിൽ സോഡിയം ഉണ്ടോ? അതായത് ഉണ്ട്. ദാണ്ട് സോഡിയം ഇവിടെ ഉണ്ട്. ഇനിയും അയൺ, ഫെറം നമുക്ക് കിട്ടിയത് എവിടെയായിരുന്നു? ഡി ബ്ലോക്കിലാണെന്നാണ് പറഞ്ഞത്. ഉണ്ടോ നോക്കിയേ. യെസ്, ഇവിടെ ഉണ്ട്. പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാലും ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. പേജ് നമ്പർ 17-ൽ ഒരു ടേബിൾ ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലിഥിയം ആണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3. അതിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. 1s2 2s1. എന്നിട്ട് അതിൻ്റെ ബ്ലോക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്. ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്തത് ഫസ്റ്റ് ലിഥിയത്തിൻ്റെ ഏതാണ്? എസ്സിലാണ്.
മഗ്നീഷ്യത്തിൻ്റെതോ അതും എസ്സിലാണ് ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്ത് സബ്ഷെൽ എന്ന് പറയുന്നത്. നൈട്രജൻ്റേത് പിയിലാണ് നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്തത്. സ്കാൻഡിയത്തിൻ്റെതോ ഇങ്ങനെ 3D 4s എന്ന് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 4s എന്ന് ശ്രദ്ധിക്കാതെ അത് നമ്മൾ എഴുതാതെ ഡി ബ്ലോക്ക് എന്ന് തന്നെ എഴുതുക. ഡിയിലാണ് നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് താഴെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഈസ് ദ സബ്ഷെൽ ഓഫ് ലിഥിയം to which the last electron was added? ലിഥിയത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്തത് ഏത് സബ്ഷെല്ലാണ്? എസ് സബ്ഷെൽ. What about the subshell to which the last electron of nitrogen was added? നൈട്രജൻ്റെതോ നോക്കിയേ, നമ്മുടെ ടേബിൾ നോക്കിയേ, യെസ് പി സബ്ഷെല്ലാണ്, അതുകൊണ്ട് അത് പി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ് ആൻഡ് ദ ബ്ലോക്ക് ടു വിച്ച് ദ എലമെൻറ്റ് ബിലോങ്സ് ടു? ദ സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ഇസ് ആഡഡ്, അതായത് ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്ത സബ്ഷെല്ലിനും അതിൻ്റെ ബ്ലോക്കിനും തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളതെന്ന്. രണ്ടും സെയിം അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോണെ ആഡ് ചെയ്തത് ഏത് സബ്ഷെല്ലാണോ അത് തന്നെയാണ് അതിൻ്റെ ബ്ലോക്ക്, അതായത് രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ നമുക്ക് 3 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് വണ്ണിൻ്റെ എസ് ബ്ലോക്ക്, സെക്കൻഡ് വൺ ഡി ബ്ലോക്ക്, തേർഡ് വണ്ണിൻ്റെ പി ബ്ലോക്കും ആണ്. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ പേജ് നമ്പർ 16 ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതായത് ഫസ്റ്റ് 1, 2 ഗ്രൂപ്പ് നമ്പർ 1 and 2 ബിലോങ്സ് ടു ദ എസ് ബ്ലോക്ക് അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് നമ്പർ 1ഉം ഗ്രൂപ്പ് നമ്പർ 2ലുള്ള എല്ലാ എലമെൻറ്റ്സും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലേ? ഈ ഫിഗർ ഒന്ന് നോക്കി, എസ് ബ്ലോക്കിലല്ലേ നമ്മുടെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഉള്ളത്. അതായത് എസ് ബ്ലോക്കിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഒന്നുകിൽ ഗ്രൂപ്പ് നമ്പർ 1ഓ അല്ലെങ്കിൽ 2ഓ ആയിരിക്കും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോൾ വരാൻ ചാൻസ് ഉള്ള നമ്പർ എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1ഓ 2ഓ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 3 to 12 ഉള്ള ഗ്രൂപ്പ് നമ്പറുള്ള എല്ലാ എലമെൻറ്റ്സും ഡി ബ്ലോക്കിലുള്ളതും 13 to 18 ഉള്ളത് പി ബ്ലോക്കിലുള്ളതുമാണ്. അതായത് നമുക്കറിയാം ടോട്ടൽ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സുമാണ് ഉള്ളതെന്ന്. അതിൽ 3 to 12 ഉള്ളത് ഡി ബ്ലോക്കും 13 to 18 ഉള്ളത് പി ബ്ലോക്കുമാണ്. നമുക്ക് നോക്കാം, ദാ ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഡി ബ്ലോക്ക് എവിടെയാണ് പി ബ്ലോക്ക് എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഇനി നോക്കി, എന്താണ് പീരീഡ്? ദ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ ഓർ ദ ലാർജസ്റ്റ് ഷെൽ നമ്പർ. ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിലെ ഏറ്റവും അവസാനമുള്ള ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ലാർജസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എഴുതിയത് വെച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് പീരീഡ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഫസ്റ്റ് വൺ ബോറൻ്റെ ഷെല്ലിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബോറൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? നോക്കിയേ, 2p അല്ലേ? അപ്പോൾ 2 ആയിരിക്കും അവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ, ലാസ്റ്റ് ഷെൽ ഇതല്ലേ അതിൻ്റെ നമ്പർ. ഇതിൻ്റെ ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 3 years ആണ്. അപ്പോൾ 3 ഇവിടുത്തെ ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് ഇവിടെയാണെങ്കിലും നമ്മൾ എഴുതുന്ന ഓർഡർ വെച്ചിട്ട് 4s അല്ലേ ലാസ്റ്റ് കിടക്കുന്നത്. സോ നമ്പർ 4 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ലാർജസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ. ഇതിനകത്ത് ഫസ്റ്റ് 1, 2, 2 ഈ 1ഉം 2 മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതായത് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണ്. സോഡിയത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ലാർജസ്റ്റ് നമ്പർ 3 ആണ്. അയണിനെ സംബന്ധിച്ച് ലാർജസ്റ്റ് നമ്പർ 4 ആണ്. സോ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും പീരീഡ് എന്ന് പറയുന്നത്. പീരീഡ് നമ്പർ ഈസ് സെയിം ആസ് ദ ഷെൽ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ തന്നെയായിരിക്കും പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത്. ഗ്രൂപ്പ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇപ്പോൾ എഫ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് പഠിക്കാനായിട്ടില്ല. എസും പിയും ഡിയും തൽക്കാലം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെലാണ് ഗ്രൂപ്പ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മൾ ഒരു പേജ് നമ്പർ 16 ഒരു ഫിഗർ കാണിച്ചിട്ട് അതിനകത്ത് ഗ്രൂപ്പ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത 1ഓ 2ഓ മാത്രമേ വരത്തുള്ളൂ.
നമുക്കറിയാം എസ് ബ്ലോക്കിൽ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം കൊള്ളും? 2 ഇലക്ട്രോൺസിനെ കൊള്ളത്തുള്ളൂ. 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കൊള്ളുന്നത്. അപ്പോൾ 1ഉം, അപ്പോൾ 2നെക്കാട്ടി ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 1ഉം ഗ്രൂപ്പ് നമ്പർ 1ഉം ഗ്രൂപ്പ് നമ്പർ 2വിലുമുള്ള എലമെൻറ്റ്സ് മാത്രമേ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരത്തുള്ളൂ. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലായിരിക്കും എസ് ബ്ലോക്കിൻ്റെ എലമെൻറ്റ്സ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 4 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലാസ്റ്റ് സബ്ഷെൽ ഏതാ? ഇവിടുത്തെ നോക്കിയേ, ലാസ്റ്റ് സബ്ഷെൽ ഏതാണ്? ഫസ്റ്റ് വൺ ആയ ലിഥിയത്തിൻ്റെ ലാസ്റ്റ് സബ്ഷെൽ ഏതാണ്? യെസ്, 2s ആണ്. 2s. അപ്പം 2s എന്ന് പറയുമ്പോൾ എസ് സബ്ഷെൽ ആണല്ലോ. എസ് സബ്ഷെൽ ആണ് ലാസ്റ്റ് സബ്ഷെൽ. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് ഏതാണ്? ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് ബ്ലോക്കും കൂടി ഒന്ന് എഴുതാം. ഞാൻ എൻ്റെ സൈഡിൽ ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബ്ലോക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയപ്പോൾ എന്താ, ഇതെല്ലാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സാണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് നോക്കിയേ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് ആ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ലിഥിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺ എത്രയാണ്? 1 ആണ്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ലാസ്റ്റ് എസ് സബ്ഷെൽ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിൻ്റെ ലാസ്റ്റ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണ്. നമുക്കറിയാം എസ് ആവുമ്പോൾ 1 or 2 വരത്തുള്ളൂ. 1 or 2 ആയിരിക്കും വരുന്നതെന്ന്. കാരണം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കമഡേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1 or 2 വരുത്തുള്ളൂ. അതായത് ബ്ലോക്ക് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. അതുതന്നെ ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 ആണ്. മഗ്നീഷ്യത്തിൻ്റെതോ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പറും 2. അടുത്തതിൻ്റെ കാൽസ്യത്തിൻ്റെതോ 3p അതിൻ്റെ 4s ഉള്ളൂ. ഇനി 3dക്ക് കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് 4s തന്നെയാണ് ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ 3dക്ക് കൊടുക്കാൻ ഇവിടെ ഉണ്ടോ? ഇനിയും ഇല്ല. ഇത്രയും ഇലക്ട്രോൺസേ ഉള്ളൂ. നമ്മുടെ അറ്റോമിക് നമ്പർ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാം. നോക്കിയേ, ഈ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 വരുമ്പോൾ നമ്മൾ 4sന് വരെ കൊടുക്കാനുള്ളതേ ഉള്ളൂ. 3dക്ക് കൊടുക്കാനുള്ളത് ഇല്ല. അപ്പോൾ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് എസ് അല്ലേ? അപ്പോൾ എസിൻ്റെ ലാസ്റ്റ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണ് നോക്കി? 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ദ ലാസ്റ്റ് എസ് സബ്ഷെൽ 2. സോ ഗ്രൂപ്പ് ഓൾസോ എത്ര തന്നെയാണ്? ഗ്രൂപ്പും ലാസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസും സെയിം ആയിരിക്കത്തില്ലേ? എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ലാസ്റ്റ് എസ് സബ്ഷെൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അപ്പോൾ എസ് സബ്ഷെൽ ആയിരിക്കത്തില്ലേ? എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസ് ആയിരിക്കും. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തത് ഡി ബ്ലോക്കിലായിരിക്കും. പി ബ്ലോക്കിൻ്റെ എന്ന് പറയുമ്പോൾ പി സബ്ഷെല്ലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എസ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ആ എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണോ അത് തന്നെയായിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്നും പറയുന്നത്. നോക്കി, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ പ്ലസ് 12. ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ നമുക്കറിയാം. പി ബ്ലോക്ക് എലമെൻ്റ് ആകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തത് പി സബ്ഷെല്ലായിരിക്കും. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തത് പി സബ്ഷെല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഉള്ള പി സബ്ഷെല്ലിലുള്ള എത്ര ഇലക്ട്രോൺ മാക്സിമം എത്ര കൊള്ളും? 6 വരെ കൊള്ളും. അപ്പോൾ 6 പി സബ്ഷെൽ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അതിൻ്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്യുക. എങ്ങനെയാണ് ഈ 12 വന്നത്? നമുക്കറിയാം റൈറ്റ് സൈഡിലാണ് പി ബ്ലോക്ക് എന്ന്, അതായത് 13 to 18. ഈ 13 തൊട്ട് മുൻപായിട്ട് 12 എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺസിൻ്റെ കൂടെ ഈ 12 എണ്ണത്തിനെ മാറ്റി കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ പി ബ്ലോക്ക് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ആ ഇലക്ട്രോൺസിൻ്റെ കൂടെ 12 ആഡ് ചെയ്യും. ഞാൻ ഇവിടെ 2 എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇത് ഏത് ബ്ലോക്കാണ് നോക്കി? ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ആയ 1നെ ഫില്ല് ചെയ്തിട്ടുള്ളത് പി സബ്ഷെല്ലിലാണ്.
സൾഫറിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്തിട്ടുള്ളതും പി സബ്ഷെല്ലാണ്. അതായത് ഇത് രണ്ടും പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞേ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് പി സബ്ഷെൽ പ്ലസ് 12. ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസിൻ്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്യുക. അതായത് ഈ അലൂമിനിയത്തിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 1 എന്ന് പറയുന്ന ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺ ആയ 1ൻ്റെ കൂടെ നമ്മൾ 12 കൂടെ ആഡ് ചെയ്യാം. അതായത് 1 + 12 = 13 ആയിരിക്കും അലൂമിനിയത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത സൾഫറിൻ്റെ എത്രയാണ് ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺ 4 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലുള്ള ഇലക്ട്രോണിൻ്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്യുക. അതായത് 4 + 12 എത്രയാണ്? 16 ആണ് സൾഫറിൻ്റെ ഗ്രൂപ്പ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അലൂമിനിയം 13th ഗ്രൂപ്പിലും സൾഫർ 16th ഗ്രൂപ്പിലും കിടക്കുന്നത്. ഈ 13 to 18 വരെയുള്ള ഗ്രൂപ്പ് എല്ലാം എവിടുത്തെയാ? ഈ പി ബ്ലോക്കിലുള്ളതല്ലേ? ഇതാ നോക്കി, അലൂമിനിയം എവിടെയാണെന്ന് നോക്കി, 13th ഗ്രൂപ്പിലാണ്. ഇത് 13th ഗ്രൂപ്പാണ്. നമുക്കറിയാം പി ബ്ലോക്ക് തുടങ്ങുന്നത് ഇവിടെയാണ്. 13, ഇത് 14th ഗ്രൂപ്പ്, 15th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ്. അവിടെയല്ലേ സൾഫർ? നമുക്കിതല്ലേ ആൻസറായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. അടുത്തത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ദ സം ഓഫ് ഇലക്ട്രോൺസ് in the outermost s subshell and the number of electrons in the preceding d subshell. d subshell അതായത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് നമുക്കറിയാം ഡി സബ്ഷെല്ലിൻ്റെ ഒരു പ്രത്യേകത, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. നമ്മളിവിടെ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 4s എനർജി ഓർഡർ വെച്ചിട്ട് 4sനാണ് ആദ്യം കൊടുക്കുന്നതെങ്കിലും ഓർഡർ നമ്മൾ കറക്റ്റ് ഓർഡറിലാവാൻ വേണ്ടിയിട്ട് 3D അകത്തുള്ളിൽ എഴുതുന്നു നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് നമുക്ക് ഏതാണെന്നറിയാം, ഡി ബ്ലോക്ക് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് ഒന്ന് കണ്ടുപിടിക്കണം. ഇതൊരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പറിൻ്റെ കൂടെ ഔട്ടർമോസ്റ്റ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസും കൂടെ കൂട്ടുക. അത് നമുക്കറിയാം എപ്പോഴും ഡി സബ്ഷെൽ ഉള്ളിലേ വരുള്ളൂ. അതായത് നമ്മൾ എനർജി ഓർഡർ വെച്ചിട്ട് നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഉള്ളിലായിരിക്കും 3D എന്ന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 4s എന്ന് വരും. അതായത് ഈ 4sലുള്ള ഇലക്ട്രോൺസ് ചിലപ്പോൾ ഇവിടെ 1 കാണത്തുള്ളൂ. ഇവിടെ 26 ആണ് ഇവിടുത്തെ നമ്പർ, അതുകൊണ്ട് ഇവിടെ 2 വന്നു. നമുക്ക് ചിലപ്പോൾ 4s1 എന്ന് ഇവിടെ വരും. നമ്മൾ കോപ്പർ ക്രോമിയം ഒക്കെ ചെയ്തപ്പോൾ കണ്ടായിരുന്നു, അതിന് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ 1 ഒക്കെ വരും. അപ്പോൾ നമ്മൾ 1 തന്നെ വേണം ആഡ് ചെയ്യാൻ, 2 അല്ല ആഡ് ചെയ്യേണ്ടത്, 1 ആണ്. ലാസ്റ്റിലുള്ള ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ കൂടെ അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇലക്ട്രോൺസിൻ്റെ സം ആയിരിക്കും ആ ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ അതൊരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇലക്ട്രോൺസിൻ്റെ സം 6 + 2 എത്രയാണ്? 6 + 2 8. അപ്പോൾ 8th ഗ്രൂപ്പിലുള്ളതായിരിക്കും. നമുക്കറിയാം ഡി ബ്ലോക്ക് എവിടെയാണ്? യെസ്, സെൻട്രൽ പാർട്ടിലായിട്ട് 3 to 12 ഗ്രൂപ്പ് നമ്പർ 3 to 12 എല്ലാം അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡി ബ്ലോക്കിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 8 എന്നാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടിയത്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ലേ? 8 എന്ന് പറയുന്നത് 3 to 12 നമ്പർ ആണല്ലോ, അതിപ്പോൾ ഡി ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡി സബ്ഷെല്ലും അതിൻ്റെ തൊട്ടടുത്ത എസ് സബ്ഷെൽ, ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിൻ്റെയും അതിന് തൊട്ട് മുൻപുള്ള പ്രിസീഡിങ് ഡി സബ്ഷെല്ലിൻ്റെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന രീതി, പീരീഡ് കണ്ടുപിടിക്കുന്ന രീതി, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന രീതി എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് നോട്ട് ചെയ്തെടുത്ത് പഠിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും ഒക്കെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം.